بسم الله الرحمن الرحيم طاسيم تلك آيات الكتاب المبين لعلك باخع نفسك ألا يكونوا مؤمنين إن نشأ ننزل عليهم من السماء آية فظلت أعناقهم لها خاضعين وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين فقد كذبوا فسيأتيهم أنباء ما كانوا به يستهزئون أولم يروا إلى الأرض كم أنبتنا فيها. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മൾ നഷ്ടക്കച്ചവടം എന്ന വിഷയത്തിൽ ഏതാനും കാര്യങ്ങളാണ് ഇവിടെ ഒരു ഉത്ബോധനമായി ഉണർത്തലായി മനസ്സിലാക്കുന്നത്. ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന നമ്മൾ നഷ്ടക്കച്ചവടം എന്ന് കേൾക്കുമ്പോൾ പലവിധ നഷ്ടങ്ങളിൽ ചിന്ത ചെലുത്തുന്നവരാണ്. ഭൗതികമായ പലവിധ നഷ്ടങ്ങൾ വാർത്തയാകുന്ന ഈ ഭൗതിക ലോകത്ത് അത്തരം ചിന്തകൾ ചെലുത്തപ്പെടുന്നത് സ്വാഭാവികമാണ്. യഥാർത്ഥത്തിൽ മതത്തിൻ്റെ വീക്ഷണത്തിൽ ഇസ്ലാമിൽ നഷ്ടക്കച്ചവടം എന്നത് യഥാർത്ഥ നഷ്ടക്കച്ചവടമാണ്. പ്രസ്തുത നഷ്ടം നികത്താനാവാത്തതും ഒരാൾക്കും പോഷിപ്പിച്ചെടുക്കുവാൻ സാധിക്കാത്തതുമായ നഷ്ടമാണ്. ഭൗതിക ലോകത്തെ ഭൗതികമായ വിഭവങ്ങളിൽ നഷ്ടങ്ങളൊന്നും എണ്ണാതെ നേട്ടം മാത്രം കാക്ഷിച്ച് കണ്ട് ജീവിച്ച കുറേ മനുഷ്യരുണ്ടായിരുന്നു. പക്ഷേ അവർ യഥാർത്ഥത്തിൽ നഷ്ടത്തിൻ്റെ വാക്താക്കളായിരുന്നു. ഭൗതിക ലോകം കണ്ട പല ഭരണാധികാരികളും
പല സമ്പന്നരും പല ഭൗതിക ശാസ്ത്രങ്ങളിലെ പടുക്കളും ഇങ്ങനെ പലരും അവർ ദുന്യവിയായ നോട്ടത്തിൽ നഷ്ടക്കാരായിരുന്നില്ല. പക്ഷേ ദീനിന്റെ നോട്ടത്തിലും ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലും അവർ തികഞ്ഞ നഷ്ടക്കാരായിരുന്നു എന്നുള്ളതാണ് നേര്. ഫിർഔൻ ഉദാഹരണം, അന റബ്ബുക്കുമുൽ ആല, ഞാൻ നിങ്ങളുടെ മേലായ റബ്ബാകുന്നു എന്ന് ഗർജിച്ചിരുന്ന ഫിർഔൻ അന്ന് ആളുകളോട് പറഞ്ഞിരുന്നത്, അലൈസ ലീ മുൽക്കു മിസ്ർ, ഈജിപ്തിന്റെ ഭരണം എനിക്കല്ലേ, വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികളൊക്കെ ഒഴുകുന്നത് എൻ്റെ കീഴിലല്ലേ, അഫലാ തുബ്സിറൂൻ, നിങ്ങളത് കാണുന്നില്ലേ, അം അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീൻ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ചൂണ്ടിയിട്ട് ഫിർഔൻ അന്ന് പറഞ്ഞത്, ഞാനാണോ ഉത്തമൻ, അതല്ല ഈ നിസ്സാരനായ മൂസയാണോ? മൂസയെക്കുറിച്ച് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അന്ന് ഫിർഔൻ പറഞ്ഞത്, വലാ യകാദു യുബീൻ, നേരാവണ്ണം മൊഴിഞ്ഞ് സംസാരിക്കാനും പോലും കഴിയാത്ത ഈ മൂസയാണോ ഉത്തമൻ, ഞാനാണോ ഉത്തമൻ എന്നൊക്കെ പറഞ്ഞിരുന്നതായ ഫിർഔൻ ഭൗതികമായ വിഭവങ്ങളിൽ നഷ്ടങ്ങളൊന്നും എണ്ണാതെ ഉന്നതിയിലായിരുന്നു. പക്ഷേ ഫിർഔന്റെ ഒടുക്കം, അവന്റെ പരലോകം, അവന്റെ മരണാനന്തര ജീവിതം, അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? അന്നാർ യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. അന്നാർ യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ, മരണത്തിന് കീഴൊതുങ്ങിയ ഫറോവൻ, അവന് മുന്നിൽ നരകം പ്രദർശിപ്പിക്കപ്പെടുകയാണ്. പ്രഭാത പ്രദോഷങ്ങളിൽ നരകം പ്രദർശിപ്പിക്കപ്പെടൽ തന്നെ അവന് ഹീനമായ ശിക്ഷയാണ്. വയൗമ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാലോ, അദ്ഖിലു ആല ഫിർഔൻ അശദ്ദൽ അദാബ്, ഫിർഔനിന്റെ ആദർശക്കാരെ, ആളുകളെ നിങ്ങൾ കൊടിയ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലാഭമാണോ കൊയ്തത്, അതല്ല നഷ്ടമാണോ കൊയ്തത്? ഫിർഔന്റെ ഇടപാടിൽ ഫിർഔൻ നഷ്ടക്കച്ചവടക്കാരനായിരുന്നു. കാരണം അവൻ തീയിലാണ്, നോവേറ്റുന്ന അഗ്നിയിലാണ്. അതുകൊണ്ടാണ് സിയാദത്തുൽ മർഇ ഫീ ദുനിയാഹു ഖുസ്റാനു വരിബ്ഹുഹു ഗൈറ മഹദ്ദിൽ ഖൈരി നുഖ്സാനു. ഒരു കവി പറഞ്ഞു, സിയാദത്തുൽ മർ ഫീ ദുനിയാഹു ഖുസ്റാനു, ഒരു മനുഷ്യൻ തന്റെ ദുനിയാവിനെ വളർത്തൽ അത് യഥാർത്ഥത്തിൽ നഷ്ടമാണ്. എങ്ങനെ? വരിബ്ഹുഹു ഗൈറ മഹദ്ദിൽ ഖൈരി നുഖ്സാനു, നന്മയൊട്ടുമില്ലാതെ ഉള്ള ലാഭം, ദുനിയാവിലുള്ള വർധനവ്, അത് നഷ്ടമാണ്, അത് നുക്സാൻ, കമ്മിയും കുറവുമാണ്, അതൊരിക്കലും വളർച്ചയല്ല എന്നാണ് കവി പറയുകയുണ്ടായത്. ഖാറൂൻ അറിയപ്പെട്ട സമ്പന്നൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമ്പത്തിന്റെ മികവിനെ കുറിച്ചും പോഷിപ്പിനെ കുറിച്ചും പറഞ്ഞത്, ഇന്ന ഖാറൂൻ കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാതിഹഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ എന്നാണ്. അല്ലാഹു പറയുകയാണ് സുബ്ഹാനഹു വ തആല, വആതൈനാഹു മിനൽ കുനൂസ്, ഖാറൂന് നാം നൽകി കുനൂസ്, ഖജനാവുകൾ, മാ ഇന്ന മഫാതിഹഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ എന്നാണ്. ആ ഖജനാവുകളുടെ താക്കോലുകൾ ശക്തന്മാരായ ഒരാൾക്കൂട്ടത്തിന് ഭാരമാകും വിധമായിരുന്നു എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാറൂന് നൽകിയതായ സമ്പത്തിന്റെ ഖജനാവുകൾ അത് എത്രയോ ഭാരിച്ചതാണ്, വലുതാണ്. അതിന്റെ താക്കോൽ കൂട്ടങ്ങൾ വരെ ശക്തന്മാരായ ഒരു സമൂഹത്തിന് വഹിക്കുവാൻ ഭാരമാകും വിധം എന്ന് അള്ളാഹു പറയുമ്പോൾ, ദുനിയാവ് വളരെ മെച്ചപ്പെട്ടതും കനപ്പെട്ടതുമായിരുന്നു ഖാറൂനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവന്റെ നടത്തവും
അവൻ്റെ പോക്കൊക്കെ അങ്ങനെയായിരുന്നു. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി എന്ന് പറഞ്ഞില്ലേ, അവൻ അവൻ്റെ പകിട്ടും അലങ്കാരവും മോടി വസ്ത്രങ്ങളുമൊക്കെ ധരിച്ച് അണിഞ്ഞൊരുങ്ങിയിട്ട് അവൻ്റെ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച സന്ദർഭം അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ നല്ലവണ്ണം ദുനിയാവ് നൽകപ്പെട്ടു. മാത്രമല്ല ആ ദുനിയാവ് നന്നായി ഉപയോഗിച്ചവൻ ഭൂമിയിൽ പരിലസിച്ചു എന്നാണ് പറയുന്നത്. ദുനിയാവ് ഏറെ വളർന്ന് അതിൽ പരിലസിച്ച ഖാറൂനെ സംബന്ധിച്ചിടത്തോളം ഖാറൂൻ കൊയ്തത് ലാഭമാണോ അതല്ല നഷ്ടമാണോ? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ് ഫമാ കാന ലഹു മിൻ ഫിഅതി യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മിനൽ മുൻതസിരീൻ. ഫഖസഫ്നാ ബിഹി വബിദാരിഹി അൽ അർദ്. ഖാറൂനെയും ഖാറൂന്റെ ഭവനത്തെയും അല്ലാഹു ഭൂമിയെ പിളർത്തി അതിൻ്റെ ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തി എന്നാണ്. ഭൂമി വിറച്ചു, ഭൂമുഖം പിളർന്നു. ഖാറൂൻ ആ പിളർപ്പിലേക്ക് ആണ്ടു. ഖാറൂന്റെ ഭവനവും ആണ്ടു എന്നാണ്. അപ്പം ആ ഭവനത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താ? അത് അമ്പരചുംബി എന്ന് പറയില്ലേ, പരവർണ്ണത്തിൽ, അതേപോലെ തന്നെ പലവിധ കോപ്പുകൾ കൊണ്ട് ക്രമീകരിക്കപ്പെട്ട, വിഭവങ്ങൾ കൊണ്ട് ഒരുക്കപ്പെട്ട, നിറക്കപ്പെട്ട വീടായിരുന്നു. ആ വീടും അതേപോലെ ഖാറൂനും രണ്ടും ഭൂഗർഭത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴ്ത്തുകയാണ് ചെയ്തത്. ഖാറൂന്റെ ബർസഖ്, നാശത്തിനപ്പുറമുള്ള ബർസഖ്, അത് നഷ്ടത്തിൻ്റെതാണോ ലാഭത്തിൻ്റെതാണോ? ഇവിടെയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ യഥാർത്ഥ നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ചിലർക്ക് സമ്പത്ത് അല്പം പോയാൽ നഷ്ടം വന്ന ചിന്തയാണ്. ചിലർക്ക് ജോലി പോയാൽ നഷ്ടത്തിൻ്റെ ചിന്തയാണ്. ചിലർക്ക് ഭൗതികമായിട്ട് എന്തെങ്കിലും വിഭവങ്ങളിലുള്ള കുറവുകളും പോരായ്മകളും വലിയ നഷ്ടത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. എന്നാൽ അത്തരം മനുഷ്യന്മാർക്ക് അവരുടെ ദീന് പാഴായാൽ, ദീന് പോയാൽ, ഒരു നമസ്കാരം പോയാൽ, ദീനീ നിഷ്ഠയിൽ അവർക്കൊരു ഭംഗം വന്നാൽ അതൊരു നഷ്ടമായിട്ട് തന്നെ അവർ ഗണിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കവി പറഞ്ഞു, അബുനയ്യ ഇന്ന മിനർ റിജാലി ബഹീമത്തുൻ ഫീ സൂറത്തി റജുലി സമീഇൽ മുബ്സിരി ഫതിനുൻ ലികുല്ലി മുസീബത്തിൻ ഫീ മാലിഹി വഇൻ ഉസീബ ബിദീനിഹി ലം യശ്ഉരി. അബുനൈ, കവി ഒരു കുട്ടിയെ വിളിച്ചിട്ട് പറയാണ്, ഇന്ന മിനർ റിജാലി ബഹീമത്തുൻ, മനുഷ്യന്മാരിൽ ചില മൃഗങ്ങളുണ്ട്. ഫീ സൂറത്തി റജുലി സമീഇൽ മുബ്സിരി, മനുഷ്യന്മാരിലെ മൃഗങ്ങൾ മനുഷ്യന്മാരുടെ രൂപത്തിൽ കാഴ്ചയും കേൾവിയുമൊക്കെയുള്ള മൃഗങ്ങളാണ്, പക്ഷെ മനുഷ്യന്റെ രൂപത്തിലാണ്. എന്താ പ്രത്യേകത? ഫതിനുൻ ലികുല്ലി മുസീബത്തിൻ ഫീ മാലിഹി, സമ്പത്തിൽ ഒരു മുസീബത്തേറ്റാൽ അതിലവൻ ഉൾക്കാഴ്ചയുള്ളവനാണ്. ഒരു അണ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു അണ പോയി എന്നുള്ളതിൽ ബോധവാനാണ്. വഇൻ ഉസീബ ബിദീനിഹി ലം യശ്ഉരി, എന്നാൽ അവന്റെ ദീനിലൊരു മുസീബത്തേറ്റാൽ, ദീന് നഷ്ടമായാൽ ലം യശ്ഉരി, അവനത് അറിയുക തന്നെ ഇല്ല എന്ന്. അപ്പൊ അങ്ങനെയുള്ള ചില മനുഷ്യന്മാർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അവർ മനുഷ്യരുടെ കൂട്ടത്തിൽ മൃഗങ്ങളാണ്, കാണുന്ന കേൾക്കുന്ന മനുഷ്യരൂപം പ്രാപിച്ച മൃഗങ്ങളാണ് എന്നാണ് കവി പറയുന്നത്. ഇവിടെ യഥാർത്ഥ നഷ്ടമായി കാണാത്ത, എന്നാൽ നഷ്ടമായി ഗണിക്കേണ്ടതില്ലാത്തത് നഷ്ടമായി, മഹാനഷ്ടമായി ഗണിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു വിശ്വാസി അങ്ങനെ ആകാൻ ഒരിക്കലും പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നഷ്ടക്കച്ചവടക്കാർ, അതിലേറ്റവും മഹാനഷ്ടം, ഏറ്റവും വലിയ നഷ്ടം പേറുന്നത് ആരാണ്? അവരെക്കുറിച്ച് പറയുന്നത്, ഖുൽ ഇന്നൽ ഖാസിരീൻ അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലിഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഖസാറ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഖസാറ വാജിദ് എന്നൊക്കെ പറയില്ലേ,
നഷ്ടക്കച്ചവടത്തിന് പറയുന്ന പേരാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുൽ പറയുക ഇന്നൽ ഖാസിരീൻ യഥാർത്ഥത്തിൽ നഷ്ടക്കാർ അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം സ്വന്തങ്ങളെയും കുടുംബങ്ങളെയും നഷ്ടപ്പെട്ടവരാകുന്നു. എവിടെ? യൗമൽ ഖിയാമ അന്ത്യനാളിൽ. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ അറിയുക അതത്രേ വ്യക്തമായ ഖുസ്റാൻ നഷ്ടം. ലഹും മിൻ ഫൗഖിഹിം ദുലലും മിനൻ നാർ വമിൻ തഹ്തിഹിം ദുലൽ. ഈ നഷ്ടക്കാരുടെ പ്രത്യേകത എന്താ? പാരത്രിക ലോകത്ത് നഷ്ടം ഭവിച്ചവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ, വ്യക്തമായ നഷ്ടക്കാർ എന്ന് പറഞ്ഞു. ലഹും മിൻ ഫൗഖിഹിം ദുലലും മിനൻ നാർ അവർക്ക് അവരുടെ മേൽഭാഗത്ത് തീനാലുള്ള ദുലലുണ്ട് എന്നാണ്. ദുലൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരി അല്ലെങ്കിൽ പൊത. വമിൻ തഹ്തിഹിം ദുലൽ അതേപോലെ അവരുടെ താഴ്ഭാഗത്തും തീനാലുള്ള വിരിയാണ്. അപ്പോ ലഹും മിൻ ജഹന്നമ മിഹാദും വമിൻ ഫൗഖിഹിം ഗവാഷ് എന്ന് പറഞ്ഞില്ലേ, അവർക്ക് നരകത്തിന്റെ വിരിയാണ്, നരകത്തിന്റെ പുതയുമാണ്. അപ്പൊ നരകത്തീനാൽ വിരിയും പുതയുമുള്ള താഴ്ഭാഗത്തും തീ, മുകൾ ഭാഗത്തും തീ. ഇങ്ങനെ പാരത്രിക ലോകത്ത് അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹി അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ഇങ്ങനെ നരകത്തീയിൽ കഴിയുന്ന ആളുകൾ അന്ത്യനാളിൽ വരും. അവരാകുന്നു സുവ്യക്തമായ നഷ്ടത്തിന്റെ വാക്താക്കൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരമാണ് പറയുന്നത്. വഖാലല്ലദീന ആമനു വിശ്വസിച്ചവർ പറയും ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ഇന്നൽ ളാലിമീന ഫീ അദാബിൻ മുഖീം. എന്താ വിശ്വാസികൾ പറയാ? ഇന്നല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം സ്വന്തം ശരീരങ്ങളെയും സ്വന്തം കുടുംബത്തെയും നഷ്ടപ്പെടുന്നവർ യൗമൽ ഖിയാമ അന്ത്യനാളിൽ അവരാകുന്നു നഷ്ടക്കാർ. അലാ ഇന്നൽ ളാലിമീന ഫീ അദാബിൻ മുഖീം അറിയുക അക്രമികൾ നിത്യമായ അദാബിലാകുന്നു, ശിക്ഷയിലാകുന്നു. അപ്പൊ ആഖിറത്തിൽ നഷ്ടം എണ്ണുന്നവർ അവരാകുന്നു യഥാർത്ഥ നഷ്ടക്കാരും വ്യക്തമായ നഷ്ടക്കാരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നബിമാരുടെ സുമ്രത്തിലേക്ക്, കൂട്ടത്തിലേക്ക് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ചെല്ലുന്നവരുണ്ട്. എത്ര നബിമാരുണ്ട്? ആ കൂട്ടത്തിൽ ഒരാളാകാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് നഷ്ടമാണ്. അള്ളാഹുവിൻ്റെ അർശിന്റെ വലിപ്പം എത്രയാണ്? അള്ളാഹുവിൻ്റെ അർശാകുന്നു ഈ പ്രപഞ്ചത്തിന്റെ മേൽക്കൂര. ആ അർശിന്റെ കുർസി, അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. വാനങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലമാകുന്നു അർശിന്റെ കുർസി എന്നാണ്, അതിൽ പാദം വെക്കാനുള്ള സ്ഥലം. അപ്പൊ അർശ് എത്ര വലിപ്പമുണ്ടാകും? ആ അർശിന്റെ തണല് കൊണ്ടാണ് അല്ലാഹു മഹ്ശറ വൻസബയിൽ തണല് വിരിക്കാന്നാണ്. സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 കൂട്ടർ അവർക്ക് അല്ലാഹു തന്റെ തണല് വിരിക്കുമെന്നാണ്. അന്ന് മറ്റൊരു തണലുമില്ല. ആ തണൽ അർശിന്റെ തണലാണ്. അപ്പൊ എത്ര വിശാലമായിരിക്കും ആ തണൽ? അതിൽ അല്ലാഹു തണലേകുന്ന ആ ശീതള ഛായയിൽ അല്ലാഹു അനുഗ്രഹം അരുളുന്ന ആളുകളുണ്ട്. ആ തണലിൽ ഒരൽപ്പം തണൽ ലോകം വിയർപ്പിൽ മുങ്ങി ചുട്ടുപഴുത്ത സൂര്യന് താഴെ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് അല്പം തണൽ ലഭിച്ചിട്ടില്ല എങ്കിൽ അവരല്ലേ യഥാർത്ഥത്തിൽ നഷ്ടക്കാർ? അന്ത്യനാളിൽ ശുപാർശ പറയുവാൻ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, അമ്പിയാക്കളുണ്ട്, മലക്കുകളുണ്ട്, അതേപോലെ മറ്റ് ശുപാർശകരുണ്ട്, നോമ്പുണ്ട്, വിശുദ്ധ ഖുർആനുണ്ട്, സൽപ്രവൃത്തികളുണ്ട്. എല്ലാം ശുപാർശകരാണ്. ആർക്ക്? തെറ്റിൽ ആപതിച്ച വിശ്വാസം മേൽവിലാസമായി ഉള്ള ആളുകൾ, അവർക്ക് ശുപാർശ പറയുവാൻ. അവരുടെ ശുപാർശയിൽ അകപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശുപാർശക്ക് അനുവാദം നൽകുമ്പോൾ ശുപാർശ പറയും. ശുപാർശക്ക് അല്ലാഹു ആളെ തെരഞ്ഞു കൊടുക്കുമ്പോൾ ശുപാർശ പറയപ്പെടും. ആ ശുപാർശയിൽ ഒരാളാകാൻ പറ്റിയില്ല എങ്കിൽ അതല്ലേ നഷ്ടം? സ്വർഗത്തിന്റെ വിശാലത എത്രയാണ്? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നഹ് അർദുഹ അസ്സമാവാതു വൽ അർദ്.
അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് ധൃതിപ്പെടുക എന്ന് അള്ളാഹു കൽപ്പിച്ചു. വജന്നത്തിന്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും ധൃതിപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചു. അർദുഹ, സ്വർഗത്തിന്റെ വിശാലത, അസ്സമാവാത്ത് വൽ അർദ്, വാനങ്ങളുടെ വിശാലതയാണ്, ഭൂമിയുടെ വിശാലതയാണ്. അപ്പൊ വാനങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലമായ സ്വർഗരാജ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു സ്വർഗത്തെക്കുറിച്ച്, വഅന്നഹ ഖൈആൻ, സ്വർഗം എന്ന് പറഞ്ഞാൽ പ്രവിശാലമാണ്, നീണ്ടു വിശാലമായ സ്വർഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത്. ആ സ്വർഗത്തിൽ നമ്മളുടെ കാല് വെക്കാൻ എത്ര സ്ഥലം മതി? നമ്മുടെ 2 കാല് കുത്താൻ എത്ര സ്ഥലം മതി? ആ കാല് കുത്താനുള്ള ഇടം വിശാലമായി സ്വർഗരാജ്യത്തിൽ ഒരാൾക്ക് അള്ളാഹു നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതാണ് ഖുസ്റാൻ, നഷ്ടം. 2 കാല് വെക്കാൻ നമുക്ക് എത്ര സ്ഥലം മതി? പടച്ച തമ്പുരാൻ ഒരുക്കിയ സ്വർഗം എത്ര വിശാലമാണ്. ആ സ്വർഗത്തിന്റെ വിശാലതയിൽ നമുക്ക് 2 കാല് കുത്തുവാനുള്ള ഇടം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഒരു മനുഷ്യന് അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതല്ലേ യഥാർത്ഥത്തിൽ നഷ്ടം? നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിൽ പറഞ്ഞു, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, സ്വർഗത്തിന് 8 കവാടമുണ്ട് എന്ന് പറഞ്ഞു. ആ 8 കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരുമുണ്ട് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അക്കൂട്ടത്തിലാകുവാൻ ഞാൻ പ്രതീക്ഷ വെക്കുന്നു. അപ്പൊ 8 കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരുണ്ട്. അവരിൽ ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെയുള്ള മഹത്തുക്കൾ ആഖിറത്തിൽ വരുമ്പോൾ സ്വർഗത്തിന്റെ 1 കവാടത്തിലൂടെയെങ്കിലും സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാൻ ധരിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതെത്ര നഷ്ടമാണ്. ഇതേപോലെ സ്വർഗീയാനുഗ്രഹങ്ങൾ എണ്ണുന്ന മഹത്തുക്കളെക്കുറിച്ച്, മഹദികളെക്കുറിച്ച് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എണ്ണം ധാരാളമാണ്, ഗണം നീണ്ടതാണ്. ആ ഗണത്തിൽ ഒരാളാകാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതല്ലേ നഷ്ടം? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നൽ ഖാസിരീൻ അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. യഥാർത്ഥ നഷ്ടക്കാർ സ്വന്തത്തെയും കുടുംബത്തെയും ആഖിറത്തിൽ നഷ്ടപ്പെട്ടവനാണ്. ആഖിറത്തിലെ നഷ്ടം അതാകുന്നു സുവ്യക്തമായ നഷ്ടം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ദീനിന്റെ നഷ്ടം, അതുകൊണ്ടാണ് ആഖിറത്തിൽ നഷ്ടമുണ്ടാകുന്നത്. അദ്ദീനു റഅ്സുൽ മാൽ ഫസ്തംസിക് ബിഹി ഫദിയാഉഹു മിൻ അഅ്ദമിൽ ഖുസ്റാനി. അബൂ അബ്ദുല്ല അൽ അന്ദുലുസി എന്ന് പറഞ്ഞ ഒരു സലഫി പണ്ഡിതൻ സ്പെയിനിൽ ഉണ്ടായിരുന്നു. അബ്ദുള്ള അൽ ഖഹ്താനി എന്ന പേരിൽ, അബൂ അബ്ദുള്ള അൽ ഖഹ്താനി, അദ്ദേഹം ബനു ഖഹ്താനാണ്, ഖഹ്താൻ ഗോത്രക്കാരനാണ്. അദ്ദേഹം അറിയപ്പെട്ട സലഫി പണ്ഡിതനാണ്. അബൂ അബ്ദുള്ള എന്ന വിളിപ്പേരിൽ അദ്ദേഹത്തിനൊരു കവിതാ സമാഹാരമുണ്ട്, നൂനിയ എന്ന് പറയും. അതിൽ നഷ്ടക്കാരെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥ നഷ്ടക്കാരാരാണെന്ന് പറയണം. അദ്ദീനു റഅ്സുൽ മാൽ, മതം, ആദർശം അത് മൂലധനമാണ്. ഫസ്തംസിക് ബിഹി, അതുകൊണ്ട് നീ മതത്തെ മുറുകെ പിടിച്ചോ. ഫദിയാഉഹു മിൻ അഅ്ദമിൽ ഖുസ്റാനി, മതം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, ആദർശം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് മിൻ അഅ്ദമിൽ ഖുസ്റാനി, അത് മഹാനഷ്ടമാണ്. യഥാർത്ഥ നഷ്ടമേതാ? യഥാർത്ഥ നഷ്ട കച്ചവടം അത് മതം വിറ്റിട്ടുള്ള കച്ചവടമാണ്, മതം പാഴാകലാണ്. അതുകൊണ്ട് നീ മൂലധനമാകുന്ന ദീനിനെ മുറുകെ പിടിച്ചോ എന്നാണ് അദ്ദേഹം തൻ്റെ കവിതയിൽ ഉണർത്തുന്നത്. നമുക്കറിയാം, അല്ലാഹു ഏതാനും വിഷയങ്ങൾ നഷ്ടക്കച്ചവടമായിട്ട് നമ്മളോട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ തിരുമൊഴികളിൽ ഉണർത്തിയിട്ടുണ്ട്. ഏതാനും വചനങ്ങൾ, ചില പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് മനസ്സിലാക്കാം. വൽവസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ ثقلت موازينه فاولئك هم المفلحون ومن خفت موازينه فاولئك الذين خسروا انفسهم بما كانوا بآياتنا يظلمون. ومن خفت موازينه,
വല്ലവരുടെയും മീസാനുകൾ കനം കുറഞ്ഞാൽ ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും, അവരാകുന്നു സ്വന്തത്തെ തന്നെ നഷ്ടപ്പെടുത്തിയവർ. മീസാന് കനം കുറയുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അന്ത്യനാളിൽ മീസാൻ സ്ഥാപിച്ചിട്ട് മനുഷ്യന്മാരുടെ നന്മ തിന്മകളെ തൂക്കും. അപ്പൊ നന്മകളാൽ ഒരാളുടെ മീസാൻ കനം കുറഞ്ഞാൽ, ദീനിനാൽ ഒരാളുടെ മീസാൻ കനം കുറഞ്ഞാൽ അവരാണ് നഷ്ടക്കാരെന്നാണ് പറയുന്നത്. ഇതേപോലെ മറ്റൊരു വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്ത്യനാളിൽ തൂക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഫമൻ സഖുലത് മവാസീനുഹു ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, നന്മയാൽ മീസാൻ കനം തൂങ്ങിയാൽ അവർ വിജയികളാണ്. വമൻ ഖഫത് മവാസീനുഹു, വല്ലവരുടെയും മീസാനുകൾ അത് കനം കുറഞ്ഞാൽ ഫൗലൈക അല്ലദീന ഖസിറു അൻഫുസഹും, അവരാകുന്നു തങ്ങളെ തന്നെ ആഖിറത്തിൽ നഷ്ടപ്പെടുത്തിയവർ. ഫി ജഹന്നമ ഖാലിദൂൻ, അവർ നരകത്തിൽ നിത്യവാസികളാകുന്നു. തൽഫഹു വുജൂഹഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ, എന്താ? അവരുടെ മുഖങ്ങളെ, മീസാനുകൾ കനം കുറഞ്ഞവരുടെ മുഖങ്ങളെ നരകത്തീ നക്കി തുടക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വഹും ഫീഹാ കാലിഹൂൻ, ആ നരകത്തിയിൽ ഈ മീസാനുകൾ കനം കുറഞ്ഞവർ പല്ലിളിച്ചുകൊണ്ടായിരിക്കും. നരകത്തീ മനുഷ്യരുടെ മുഖം നക്കി തുടച്ചാൽ പിന്നെ തോലുണ്ടാവില്ല, ഇറച്ചി ഉണ്ടാവില്ല, പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? അസ്ഥികൂടവും പല്ലി ഉണ്ടാവുള്ളൂ. അതാണ്, ആ രൂപത്തിനാണ് കാലിഹൂൻ എന്ന് പറയാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. അപ്പോ ദീനിന്റെ നഷ്ടം, അതാണ് യഥാർത്ഥ നഷ്ടം. അതുകൊണ്ട് ദീനിനെ കാത്തു സൂക്ഷിക്കുവാനാണ് നമ്മളോട് ഉപദേശിക്കപ്പെട്ടുള്ളത്. ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലൈൻ അശ്റക്ത് ലയഹ്ബതന്ന അമലുക് വലതകൂനന്ന മിനൽ ഖാസിരീൻ. ലൈൻ അശ്റക്ത്, നീ അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ, ലയഹ്ബതന്ന അമലുക്, നിന്റെ അമലുകൾ പൊളിഞ്ഞു. പിന്നെ എത്ര കർമ്മങ്ങൾ ഉണ്ടായിട്ടും കാര്യമല്ല, ശിർക്കോട് കൂടി എല്ലാം ബാത്തിലായി. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരിൽ ഉൾപ്പെട്ടവനാവുകയും ചെയ്യും. അപ്പോ ആദർശം പോയിപ്പോയാൽ, ആദർശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ്, ആദർശമാണ്, തൗഹീദാണ്, അഖീദയാണ്. ശിർക്ക് വന്നാൽ അമലുകൾ പൊളിഞ്ഞു, മനുഷ്യന്മാർ നഷ്ടക്കാരിൽ അകപ്പെടുകയായി. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന യൻഖുദൂന അഹദല്ലാഹ് മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലദീന യൻഖുദൂന അഹദല്ലാഹ് മിൻ ബഅദി മീസാഖിഹി, അല്ലാഹുവിനോടുള്ള കരാർ അത് ഉറപ്പിച്ചതിന് ശേഷം അതിനെ ലംഘിക്കുന്നവർ. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, ബന്ധം ചേർക്കുവാൻ അല്ലാഹു കൽപ്പിച്ച ബന്ധങ്ങളെ മുറിക്കുന്നവർ. വയുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പം വിതക്കുന്നവർ. ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാകുന്നു നഷ്ടക്കാർ. വയൗമ തഖൂമുസ് സാഅ യൗമഇദി യഖ്സറുൽ മുബ്തിലൂൻ. വയൗമ തഖൂമുസ് സാഅ, അന്ത്യനാൾ സംഭവിക്കുന്ന ദിനം. യൗമഇദിൻ, അന്നേ ദിവസം. യഖ്സറുൽ മുബ്തിലൂൻ, ബാത്തിലിന്റെ ആളുകൾ നഷ്ടക്കാരാകുന്നു. ബാത്തിലിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അസത്യത്തിന്റെ വാക്താക്കൾ, അധർമ്മകാരികൾ, ഇവർ നഷ്ടത്തിന്റെ വാക്താക്കളാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഹാറൂന്റെയും അതേപോലെ തന്നെ ഹാബീലിന്റെയും ഖാബീലിന്റെയും സംഭവത്തിൽ ഹാബീൽ ഖാബീലിനോട് നഷ്ടക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ആ സംഭവം? ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതി യദിയ ഇലൈക ലിയഖ്തുലക്. ഖാബീൽ ഹാബീലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൈ നീട്ടി. അപ്പൊ ഹാബീൽ പറയാണ്, ആദം സന്തതികളിൽ രണ്ടുപേരിൽ ഒരാൾ പറയാണ്, കൊല്ലാൻ കൈ നീട്ടിയവനോട് പറയാണ്, നീ എന്നെ കൊല്ലാൻ കൈ നീട്ടിയാലും നിന്നെ കൊല്ലാൻ ഞാൻ കൈ നീട്ടുകയില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനെ എനിക്ക് പേടിയുണ്ട്. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വ ഇസ്മിക് ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉ ദ്ദാലിമീൻ. എന്റെയും നിന്റെയും കുറ്റം പേറി നീ മടങ്ങുകയും നീ നരകക്കാരിൽ അകപ്പെടുകയും ചെയ്യും എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നു. വദാലിക ജസാഉ ദ്ദാലിമീൻ, അക്രമികൾക്കുള്ള പ്രതിഫലമാണ് നരകത്തി. ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും സഹോദരനെ കൊല്ലുക എന്നുള്ളത്
അയാളുടെ നഫ്സ് അയാൾക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. ഫഖതലഹു, അങ്ങനെ സഹോദരനെ കൊന്നു. ഖാബീൽ ഹാബീലിനെ കൊന്നു. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അതോടുകൂടി ഖാബീൽ നഷ്ടക്കാരിൽ അകപ്പെടുകയുണ്ടായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ നഷ്ടക്കാരിൽ അകപ്പെടാൻ കാരണമായതെന്താ? ഖാബീൽ നഷ്ടക്കാരിൽ അകപ്പെടാൻ കാരണം അന്യായമായി രക്തം ചിന്തി എന്നുള്ളതാണ്. സ്വന്തം സഹോദരനെ അകാരണമായി കൊന്നു എന്നുള്ളതാണ്. എല്ലാം മതം കെട്ടാൽ, മതം നഷ്ടപ്പെട്ടാൽ, ദീൻ പോയാൽ അതാണ് നഷ്ടം എന്നുള്ളതാണ് അറിയിക്കുന്നത്. അതിൻ്റെ വിവിധ മുഖങ്ങളെയും വിഷയങ്ങളെയുമാണ് വിവിധ ആയത്തുകൾ നമ്മളോട് സംസാരിക്കുന്നത്. വമൻ യത്തഖിദി ശൈത്താന വലിയൻ മിൻ ദൂനില്ലാഹ് ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യത്തഖിദി ശൈത്താന വലിയൻ, വല്ലവരും ശൈത്താനെ മിത്രമാക്കിയാൽ, മിൻ ദൂനില്ലാഹ്, അല്ലാഹുവോടൊപ്പം അല്ലെങ്കിൽ അല്ലാഹുവെ കൂടാതെ. വലിയ ആരാകേണ്ടത്? ഇന്ന വലിയ അല്ലാഹ്, എൻ്റെ വലിയ അല്ലാഹു ആകുന്നു. ഇത് പ്രഖ്യാപിക്കേണ്ടവനാണ് മുസ്ലിം. വഹുവ യതവല്ല സ്വാലിഹീൻ, അല്ലാഹു ആകുന്നു സാലിഹീങ്ങളെ ഏറ്റെടുക്കുന്നവൻ. അതുകൊണ്ട് എൻ്റെ വലിയ അല്ലാഹു ആകുന്നു. പക്ഷെ ഒരാൾ അല്ലാഹുവിൻ്റെ വിലായത്തിനെ മാറ്റിവെച്ച് ഷെയ്ത്താന്റെ വലിയ വിലായത്തെ ഏറ്റെടുത്താൽ, ഷെയ്ത്താന്റെ വലിയായി സ്വീകരിച്ചാൽ, അല്ലാഹു പറയുകയാണ് ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന, അവൻ സുവ്യക്തമായ നഷ്ടത്തിലാകുന്നു. ഷെയ്ത്താന്റെ തോളിൽ കൈയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അറബിയിലൊരു കവിത പറയും, ഒരു ഉപമയായിട്ട് പറയുന്നത്, ഇദാ കാനൽ കിലാബു ലഹു ദലീലുൻ യമുറു ബിഹി അലാ ജീഫിൽ കിലാബി എന്നാണ്. എന്താ? ഇദാ കാനൽ ഖുറാബു ലഹു ദലീലുൻ യമുറു ബിഹി അലാ ജീഫിൽ കിലാബി. അങ്ങനെ പറയാം. ഒരാളുടെ വഴികാട്ടി കാക്കയായാൽ, കാക്ക എന്ന് പറഞ്ഞാൽ എന്താ? മലപ്പുറം കാക്കയല്ല, ഖുറാബ് എന്ന കാക്ക, പറവ. ഒരാൾക്ക് ഗൈഡ് കാക്കയാണെങ്കിൽ യമുറു ബിഹി അലാ ജീഫിൽ കിലാബി എന്നാണ്. ഈ ഗൈഡായി കാണിച്ച് കൊണ്ടുപോണ മനുഷ്യനുണ്ടല്ലോ, ജീഫിൽ കിലാബി, നായകളുടെ അക്രമക്കുമുള്ള നായകളുടെ ശവങ്ങളിലൂടെ വഴി നടത്തുന്നതാണ്. അപ്പൊ കാക്കയെ ഗൈഡായി സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ കാക്ക മനുഷ്യനെ നായ്ക്കളുടെ കബന്ധകളിലൂടെ വഴി നടത്തും. അതുകൊണ്ടൊരിക്കലും കാക്കനെ ഗൈഡാക്കരുത് എന്നാണ്. അത് കാക്കന്റെ കഥ. ഷെയ്ത്താനാണെങ്കിലോ, ഷെയ്ത്താനാണെങ്കിൽ ആ മനുഷ്യൻ എണ്ണുന്ന പാതാളങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല. ഏതായാലും അത് സുവ്യക്തമായ നഷ്ടമാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. മാത്രമല്ല, ഇസ്തഹവദ അലൈഹിമുശ് ശൈത്താൻ ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. ഇസ്തഹവദ അലൈഹിമുശ് ശൈത്താൻ, കപടവിശ്വാസികളെ കുറിച്ച് പറയാണ്. ദീനിന്റെ മേൽക്കുപ്പായമിട്ട്, ദീനിന്റെ തൊപ്പിയും തലപ്പാവും വെച്ച്, താടി നീട്ടി ദീനിന്റെ വാക്താക്കളായ ദീൻ പൊളിയന്മാരായ കപടന്മാർ, മതത്തെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തുരക്കുന്ന കപടന്മാർ, അവരെക്കുറിച്ച് പറയാണ് ഇസ്തഹവദ അലൈഹിമുശ് ശൈത്താൻ. ഷൈത്താൻ അവരുടെ മേൽ മേൽക്കോയ്മ നേടി, അവരെ അതിജയിച്ചു. ഫഅൻസാഹും ദിക്റല്ലാഹ്, അതിൽ പിന്നെ ഷൈത്താൻ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അവർക്ക് മറപ്പിച്ച് കളഞ്ഞു, പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മ മറപ്പിച്ച് കളഞ്ഞു. ഉലൈക ഹിസ്ബുശ് ശൈത്താൻ. അങ്ങനെ ഷൈത്താന്റെ ഭരണത്തിൽ പടച്ചതമ്പുരാനെ ഓർമ്മയില്ലാതെ ജീവിക്കുന്ന ആ മനുഷ്യന്മാർ, അവരാകുന്നു ഷൈത്താന്റെ സൈന്യം, ഷൈത്താന്റെ കക്ഷി. അലാ ഇന്ന ഹിസ്ബശ് ശൈത്താൻ, അറിയുക ഷൈത്താന്റെ സൈന്യവും കക്ഷിയുമാകുന്നു ഹുമുൽ ഖാസിറൂൻ, നഷ്ടക്കാർ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നഷ്ടക്കാരുടെ മറ്റൊരു ലിസ്റ്റാണ് നമ്മളോട് ഉണർത്തുന്നത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടക്കാരുടെ മറ്റൊരു വിഷയം പറയുന്നത്, ഖദ് ഖസിറല്ലദീന കദ്ദബു ബിലിഖാഇല്ലാഹ്. ഖദ് ഖസിറല്ലദീൻ, ഒരു കൂട്ടർ നഷ്ടമെണ്ണിയിരിക്കുന്നു. ആരാണവർ? കദ്ദബു ബിലിഖാഇല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ കളവാക്കിയവർ. മരണപ്പിറ്റേന്ന് പടച്ചതമ്പുരാനുമായിട്ടുള്ള ഒരു ലിഖാ ഉണ്ട്, കണ്ടുമുട്ടലുണ്ട്, ഒരു വിചാരണയുടെ വേദിയുണ്ട്, ഒരു പുനർജന്മത്തിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ലോകമുണ്ട്. അവിടെ അള്ളാഹുവിനെ വിചാരണയുടെ വേദിയിൽ കണ്ടുമുട്ടേണ്ടി വരും എന്ന വിഷയത്തെ കളവാക്കിയവർ, അവരെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖദ് ഖസിറ, തീർച്ചയായും അവർ നഷ്ടം സംഭവിച്ചവരാകുന്നു, അവർക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു.
ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടക്കാരെ എണ്ണിയപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിർഭയരായി കഴിയുന്നവർ, അവർ നഷ്ടക്കാരായിട്ടാണ് അള്ളാഹു പറഞ്ഞത്. അഫ അമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. പട്ടണവാസികൾ അവർ ഉറങ്ങിക്കിടക്കവേ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിൽ നിർഭയരാണോ? അവ അമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുനാ ദുഹൻ വഹും യൽഅബൂൻ. പട്ടണവാസികൾ പൂർവാഹന വേളയിൽ കളിച്ചുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിൽ അവർ നിർഭയരാണോ? അഫ അമിനു മക്രല്ലാഹ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ അവർ നിർഭയപ്പെട്ട് കഴിയുകയാണോ? ഫലാ യഅ്മനു മക്രല്ലാഹ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിർഭയപ്പെടുകയില്ല ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടക്കാരായ ജനവിഭാഗമല്ലാതെ. അപ്പോൾ അൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിർഭയത്വത്തിൽ കഴിയുക എന്നുള്ളത് അത് നഷ്ടാണ്, നഷ്ടക്കച്ചവടാണ്. പടച്ചതമ്പുരാന്റെ അദാബുണ്ട്, അതെന്നെ പിടികൂടുമെന്ന പേടിയിലാണ് ഈ ദുനിയാവിലൊരു മനുഷ്യൻ ജീവിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെക്കണ്ട എന്നുള്ളതല്ല. നമ്മൾ പാപങ്ങളുടെ കൂട്ടത്തിൽ പറയപ്പെടുന്ന വിഷയമാണ് അൽ ഖനൂത്ത് മിർ റഹ്മത്തില്ല, അല്ലെങ്കിൽ അൽ ഖുനൂത്ത് മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുക എന്നുള്ളത്. അത് പാടില്ല. അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ആശ വെച്ചാണ് നമ്മൾ കഴിയേണ്ടത്. അതുണ്ടാകണം. ഫലാ തൈഅസു മിർ റൗഹില്ലാ, അള്ളാഹുവിൻ്റെ ആശ്വാസത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് വസിയ്യത്ത് ചെയ്തു. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുന്നത് വഴിതെറ്റിയവർ മാത്രമാണ്. അപ്പം അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ നിരാശയിലാകാൻ പാടില്ല, എപ്പോഴും പ്രതീക്ഷയിലാകണം, പ്രത്യാശ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. റബ്ബ് റഹ്മാനാണ്, റബ്ബ് റഹീമാണ്, അവൻ്റെ റഹ്മത്ത് വിശാലമാണ്. അതുകൊണ്ട് ആ വിശാലമായ റഹ്മത്ത് എനിക്കേകും, എന്നിൽ ചൊരിയും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. എന്നാൽ അതിനർത്ഥം നമ്മൾ പടച്ചോന്റെ ശിക്ഷയിൽ നിർഭയരാകുക എന്നുള്ളതല്ല, അള്ളാഹിന്റെ ശിക്ഷയിൽ നിർഭയരാകാനും പാടുള്ളതല്ല. പിന്നെയോ പടച്ചോന്റെ അദാബുണ്ട്, ആ അദാബിന് പല മുഖങ്ങളുണ്ട്. അള്ളാഹുവിന്റെ സൈന്യമുണ്ട്, ആ സൈന്യം ഭിന്നങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അദാബ് എന്നെ പിടികൂടുമെന്ന ഭീതിയിലും പേടിയിലാണ് ഇവിടെ ജീവിക്കേണ്ടത്. ഇത് സമ്മിശ്രമായിരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബ്ബി ഇബാദി, എൻ്റെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഗഫൂറാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, റഹീം, കരുണ ചൊരിയുന്നവനാണ്. പടച്ചതമ്പുരാൻ കരുണാവാരിധിയാണ്, പാപങ്ങൾ പൊറുക്കുന്ന മാപ്പേകുന്ന അള്ളാഹുവാണ്. കഴിഞ്ഞോ? ഇല്ല. പിന്നെയോ വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷ അത് നോവേറ്റുന്ന വേദനാജന്യമായ ശിക്ഷയാണ്, അതും ദാസന്മാരോട് പറയണമെന്നാണ്. അപ്പൊ റബ്ബിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ അദാബിൽ പേടി വെച്ചും ജീവിക്കേണ്ടവനാണ് വിശ്വാസി. വല്ലവരും അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് അമ്നിലാണ് എങ്കിൽ, നിർഭയത്വത്തിലാണ് എങ്കിൽ, അവരെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അത് ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടക്കാരായ ജനതയുടെ സ്വഭാവമാണ്. അപ്പം പടച്ചോന്റെ അദാബിൽ ഒരിക്കലും നിർഭയത്വത്തിൽ കഴിയാൻ പാടുള്ളതല്ല, അതിൽ പേടിയിലായിരിക്കണം ഈ ദുനിയാവിൻ്റെ പരപ്പിൽ ജീവിക്കേണ്ടത്. ഇതേപോലെ അള്ളാഹു നഷ്ടക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു വചനത്തിൽ പറയുന്നത്, വകഅയ്യിൻ മിൻ ഖറിയത്തിൻ ആതത് അൻ അംരി റബ്ബിഹാ വറുസുലിഹി ഫഹാസബ്നാഹാ ഹിസാബൻ ശദീദാ വഅദബ്നാഹാ അദാബൻ നുക്റാ ഫദാഖത് വബാല അംരിഹാ വകാന ആഖിബതു അംരിഹാ ഖുസ്റാ. എന്താ? വകഅയ്യിൻ മിൻ ഖറിയത്തിൻ, എത്ര പട്ടണവാസികളാണ്, ആതത് അൻ അംരി റസുലിഹാ അൻ അംരി റബ്ബിഹാ വറസുലിഹി, റബ്ബിന്റെ കൽപ്പനകളെ തൊട്ട് അവർ അഹങ്കരിച്ചു, റബ്ബിന്റെ മുർസലീങ്ങളുടെ കൽപ്പനകളെ തൊട്ടും അവർ അഹങ്കരിച്ചു. എത്രയോ നാട്ടുകാർ അള്ളാന്റെ കൽപ്പനകൾ വന്നിറങ്ങി, ദൂതന്മാരുടെ കൽപ്പനകളും ശാസനകളും വന്നിറങ്ങി, പക്ഷെ അതിൻ്റെ മുമ്പിൽ ആ നാട്ടുകാർ അഹങ്കരിക്കുകയുണ്ടായി. എന്താ സംഭവിച്ചത്? ഫഹാസബ്നാഹാ ഹിസാബൻ ശദീദ. അള്ളാഹു പറയുകയാണ്, ആ നാട്ടുകാരെ അള്ളാഹു ശക്തമായ വിചാരണയ്ക്ക് വിധേയമാക്കി. വഅദബ്നാഹാ അദാബൻ നുക്റ, മുൻകറായ വിപൽക്കരമായ ശിക്ഷ അവർക്ക് നാം ശിക്ഷയായി നൽകുകയുമുണ്ടായി. ഫദാഖത് വബാല അംരിഹ, അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും ദൂതന്മാരുടെ കൽപ്പനകളുടെയും മുമ്പിൽ
ഔദത്യം നടിച്ച അഹങ്കരിച്ച ആ ജനവിഭാഗം അവരുടെ തെറ്റിൻ്റെ രുചി ആസ്വദിച്ചു. വക്കാന ആഖിബത്തു അംരിഹ ഖുസ്റ, അങ്ങനെ അവരുടെ പര്യവസാനം അത് ഖുസ്റ, നഷ്ടമായി ഭവിക്കുകയുണ്ടായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇവിടെ നഷ്ടം ലാഭമായി കൊയ്ത ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, ഒരു നാട്ടുകാരെ കുറിച്ച്. എന്താ അവരുടെ പ്രത്യേകത? അള്ളാഹുവിൻ്റെ കൽപ്പനകളുടെ മുമ്പിൽ, ദൂതന്മാരുടെ കൽപ്പനകളുടെ മുമ്പിൽ അവർ ഔദത്യം നടിച്ചു, അഹങ്കരിച്ചു എന്നാണ്. വിനയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ കണക്കിന് വിചാരണ ചെയ്തു, കൊടിയ ശിക്ഷക്ക് അവരെ അള്ളാഹു പാത്രീഭൂതമാക്കുകയും ഉണ്ടായി എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതവർക്ക് മഹാനഷ്ടമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തുതീഉല്ലദീന കഫറു യർദൂകും അലാ അഅകാബികും ഫതൻഖലിബു ഖാസിരീൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇൻ തുതീഉല്ലദീന കഫറു, നിങ്ങൾ അവിശ്വാസികളെ അനുസരിച്ചാൽ, യർദൂകും അലാ അഅകാബികും, അവർ നിങ്ങളെ നിങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു മടക്കും. ഫതൻഖലിബു ഖാസിരീൻ, അതോടുകൂടി നിങ്ങൾ നഷ്ടക്കാരായിട്ട് മടങ്ങും എന്നാണ്. അവിശ്വാസികൾ അനുസരിച്ചാൽ അവരെ നിങ്ങളെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം ഉൾക്കൊണ്ട മുസ്ലിമീങ്ങൾ അവിശ്വാസികളെ അനുസരിച്ചാൽ എന്ന് പറഞ്ഞാൽ അവരുടെ അവിശ്വാസം അവർ പ്രചരിപ്പിക്കുന്നത്, അവർ അനുശാസിക്കുന്നത് പുലുകിക്കൊണ്ടുള്ള ജീവിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫതൻഖലിബു ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരായിട്ട് മടങ്ങും. അവരുടെ കുഫറും അവരുടെ ശിർക്കും അവരുടെ മാസിയത്തും അത് നമ്മൾ പേറുന്ന അവസ്ഥ ഉണ്ടായാൽ എത്ര മുസ്ലിമീങ്ങൾക്കാണ് ഇന്ന് അമുസ്ലിമീങ്ങൾ ഗൈഡ്? നടന്മാർ, നടികൾ, ഗായകന്മാർ, ഗായികൾ, അതേപോലെ കുറെ താരങ്ങൾ, അവരുടെ ഇംഗിതം, അവരുടെ ഇഷ്ടമായി കൊണ്ട് നടക്കുന്ന, അവരുടെ ആദർശമായി കൊണ്ട് നടക്കുന്ന എത്ര മുസ്ലിമീങ്ങൾ? അവിശ്വാസികളെ അനുസരിച്ചാൽ അവർ നിങ്ങളെ നിങ്ങളുടെ പൂർവ്വ അവസ്ഥയിലേക്ക് മടക്കും, നിങ്ങളെ നഷ്ടക്കാരായിട്ട് അവർ മാറ്റും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ ആരാണ് നഷ്ടക്കാർ? നഷ്ടക്കാർ അത് ദീന്, അതിൽ നഷ്ടം ഭവിക്കുന്നവരാണ്. അതിൻ്റെ ദീനിൻ്റെ വിഷയങ്ങളിൽ ഏതാകട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, അല്ലദീ തഫൂതുഹു സലാത്തുൽ അസ്ർ കഅന്നമാ ഉതിറ അഹ്ലഹു വമാലഹു. അല്ലദീ തഫൂതുഹു സലാത്തുൽ അസ്ർ, അസ്ർ നമസ്കാരം പാഴാകുന്നവൻ, നഷ്ടപ്പെടുന്നവൻ. ഫകഅന്നമാ ഉതിറ അഹ്ലഹു വമാലഹു, സ്വന്തം കുടുംബവും സമ്പത്തും നഷ്ടമായവനെ പോലെയാണെന്നാണ് പറഞ്ഞത്. ഈ അസ്രസ്കാരം പാഴാകുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അസ്രസ്കാരം ഒരാളത് പാഴായി. അതെങ്ങനെയാവാം? അകാരണമായിട്ട് നിസ്കാരം ഒഴിവാക്കി, അകാരണമായിട്ടില്ല, നിസ്കാരം ഒരാൾ ഒഴിവാക്കി, അല്ലെങ്കിൽ നിസ്കരിച്ചു പക്ഷേ അതിൽ അകാരണമായി ജമാഅത്ത് ഒഴിവാക്കി, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ പാലിച്ചില്ല, ഏതായാലും അസ്ര നിസ്കാരം ഒരാൾ പാഴാക്കി എങ്കിൽ അയാളുടെ അഹ്ലും മാലും, സമ്പത്തും അയാളുടെ കുടുംബവും അയാൾക്ക് നഷ്ടമായതുപോലെയാണ് എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരു അസ്രസ്കാരത്തിൻ്റെ വിഷയം അത് നഷ്ടമായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉണർത്തുന്നത്. പറഞ്ഞു വരുന്നത് ദീനിൻ്റെ നഷ്ടം, അതാണ് യഥാർത്ഥത്തിലുള്ള നഷ്ടം. അതുകൊണ്ടാണ് സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജനതയോട് അദ്ദേഹത്തിൻ്റെ ദഅവത്തിൽ അവർ തടസ്സം സൃഷ്ടിച്ചപ്പോൾ ഇപ്രകാരം ഉണർത്തുകയുണ്ടായത്. ഖാല യാ ഖൗം അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിൻ റബ്ബി വആതാനി മിൻഹു റഹ്മതൻ ഫമൻ യൻസുർനി മിനല്ലാഹ് ഇൻ അസൈതുഹു ഫമാ തസീദൂനനി ഗൈറ തഖ്സീർ. എന്താ? സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തി. ആരെ? സമൂദ് ഗോത്രത്തെ. അപ്പൊ സമൂദ് ഗോത്രം പറഞ്ഞു, യാ സാലിഹ് ഖദ് കുൻത ഫീനാ മർജൂവ, നിങ്ങൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുള്ള കഥാപാത്രമായിരുന്നല്ലോ. ഖബ്ല ഹാദ,
ഇതിനു മുമ്പ്. അപ്പോൾ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ന്യായാധിപനും സമൂദ് ഗോത്രത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരക്കാരനുമൊക്കെയായിരുന്നു. സമൂദ് ഗോത്രം ഷിർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് അവരോട് പറഞ്ഞു, യാ ഖൗം ഉഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾ അള്ളാഹനെ ആരാധിക്കണം, നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യൻ ആരാണ്? അങ്ങനെ അവർ പറഞ്ഞ ദൃഷ്ടാന്തം കൊണ്ടുവന്നു, ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, ഇതാ ഞാൻ നബിയാണ് എന്നുള്ളതിന് നിങ്ങൾക്ക് ദൃഷ്ടാന്തം ഈ ഒട്ടകം, അള്ളാഹുവിൻ്റെ ഒട്ടകം എന്നൊക്കെ പറഞ്ഞ് അവരെ ദഅവത്ത് നടത്തിയപ്പോൾ അവർ പറയാണ്, സ്വാലിഹ് നിങ്ങൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുള്ള വ്യക്തിത്വമായിരുന്നല്ലോ ഇതിനു മുമ്പ്. അതൻഹാന അൻ നഅ്ബുദു മാ യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നവരെ ആരാധിക്കുന്നതിനെ നീ ഞങ്ങളെ തൊട്ട് വിരോധിക്കുകയാണോ? വ ഇന്നനാ ലഫീ ശക്കിൻ മിമ്മാ തദ്ഊനനാ ഇലൈഹി മുരീബ്, ഞങ്ങളെ ദഅവത്ത് നടത്തുന്ന വിഷയത്തിൽ ഞങ്ങൾ വലിയ സംശയത്തിലാണ് എന്ന് പറഞ്ഞ് സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ പ്രതിസന്ധി സൃഷ്ടിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് മുടക്കാൻ ശ്രമിക്കാൻ. അപ്പോൾ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രതികരണം, ഖാല യാ ഖൗം, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എൻ്റെ സമൂഹമേ, അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിൻ റബ്ബി വആതാനി മിൻഹു റഹ്മ ഫമൻ യൻസുർനി മിൻ അല്ലാഹ് ഇൻ അസൈതുഹു. അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിൻ റബ്ബി, നിങ്ങൾ കാണുന്നില്ലേ ഞാൻ എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തത്തിലാണെന്നുള്ളത്. വആതാനി മിൻഹു റഹ്മ, റബ്ബ് അവനിൽ നിന്നുള്ള റഹ്മത്ത് എനിക്ക് അരുളിയത് നിങ്ങൾ കാണുന്നില്ലേ. ഫമൻ യൻസുർനി മിൻ അല്ലാഹ് ഇൻ അസൈതുഹു, ഞാൻ അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചാൽ അള്ളാഹുവിൽ നിന്ന് എന്നെ സഹായിക്കുന്നവൻ, എനിക്ക് വിജയം നൽകുന്നവൻ ആരാണുള്ളത്? ഫമാ തസീദൂനനി ഗൈറ തഖ്സീർ, ഞാൻ അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചാൽ, നിങ്ങളുടെ വാക്കുകൾക്ക് വിധേയമായിട്ട് നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചാൽ, ഫമാ തസീദൂനനി, നിങ്ങൾ എനിക്ക് അധികരിപ്പിക്കുന്നില്ല, ഗൈറ തഖ്സീർ, നഷ്ടമല്ലാതെ. അപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ ധിക്കാരം പ്രവർത്തിക്കാൻ നിന്നിട്ടുണ്ട് എങ്കിൽ എനിക്ക് നഷ്ടമല്ലാതെ ഒന്നും ഭവിക്കുകയില്ല, നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി നഷ്ടമല്ലാതെ ഒന്നും കൊയ്തു തരുന്നില്ല എന്നാണ് സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. ഇതറിയിക്കുന്നത് അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചാൽ അഥവാ ദീന് പാഴാക്കിയാൽ അതാണ് യഥാർത്ഥത്തിൽ നഷ്ടം. ആ നഷ്ടം നികത്താനാകാത്ത നഷ്ടമാകുന്നു. ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതാകുന്നു സുവ്യക്തമായ നഷ്ടം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ എന്താ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ട്, വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിന. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ ഒരു വിശാലമായ ഒരു ദുആ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിലിരുന്നാൽ ആ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ നിർവഹിക്കാതെ എഴുന്നേൽക്കാറില്ല എന്നാണ് പറയുന്നത്. ആ ദുആ, അല്ലാഹുമ്മ ഖ്സിം ലനാ മിൻ ഖശിയതിക മാ യഹൂലു ബിഹി ബൈനനാ വബൈന മഅസിയതിക വമിൻ തആതിക മാ യുബല്ലിഗുനാ ബിഹി ജന്നതക എന്ന് തുടങ്ങിയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ദുആയാണ്. ആ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുമ്പോൾ അതിലുള്ള ഒരു പദപ്രയോഗമാണത്. എന്താ? വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിന, അല്ലാഹുവേ ലാ തജ്അൽ മുസീബതന, ഞങ്ങളുടെ മുസീബത്തിനെ നീ ആക്കരുതേ, ഞങ്ങളുടെ ദുരിതം, ഞങ്ങളുടെ കഷ്ടനഷ്ടം അത് നീ ആക്കരുത്, ഫീ ദീനിന, ഞങ്ങളുടെ ദീനിൽ. ദീനിൽ കഷ്ടനഷ്ടമുണ്ടായാൽ, ദീനിൽ ദുരിതമുണ്ടായാൽ അതാണ് എല്ലാത്തിനെയും പാഴാക്കുന്ന മഹാനഷ്ടം. അതുകൊണ്ട് അതുണ്ടാക്കരുത് എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ആദമും ഹവ്വയും അലൈഹിമസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്ത ദുആ നമുക്കറിയാം. എന്താ? ഖാല റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. എന്താ? ഖാല ആദമും ഹവ്വയും അലൈഹിമസ്സലാം ദുആ ചെയ്തു, റബ്ബന ളലംനാ അൻഫുസനാ, റബ്ബേ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു, ഫഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പൊറുത്തില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ ഖാസിരീങ്ങളിൽ നഷ്ടക്കാരിൽ അകപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ആദമും ഹവ്വയും ദുആ ചെയ്തത്. എന്തേ നഷ്ടക്കാരിൽ അകപ്പെടാൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നും ഹവ്വ അലൈഹി സ്വലാമയിൽ നിന്നും വന്നതായ തെറ്റ് അല്ലെങ്കിൽ കുറവ്? ബിസിനസ്സിൽ പഴച്ചതാ? മാർക്കറ്റിൽ തോറ്റതാ? ഇടപാടിൽ നഷ്ടം സംഭവിച്ചതാ? അല്ല. പിന്നെയോ? അള്ളാഹുവിന് മുമ്പിൽ
അവരിൽ നിന്നൊരു വീഴ്ച വന്നു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന ഫലാ തഖറബാ ഹാദിഹി ഷജറ ഫതകൂന യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദം നിങ്ങളും നിങ്ങളുടെ ഇണയും സ്വർഗത്തിൽ പാർക്കുക. ഫകുല മിൻ ഹൈസു ശിഅ്തുമ, നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിങ്ങൾ സ്വർഗത്തിൽ ഭക്ഷിച്ചു കൊള്ളുക. വലാ തഖറബ ഹാദിഹി ഷജറ, ഒരു വൃക്ഷം കാണിച്ചിട്ട് പറഞ്ഞു ഈ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കരുത്. അപ്പോൾ ഒരു വൃക്ഷത്തോട് അടുക്കരുത് എന്ന് അള്ളാഹു അവരോട് വിലക്കി. ആ വിലക്ക്, അതിനുള്ള ലംഘനം അവരിൽ നിന്നുണ്ടായി. പ്രസ്തുത ലംഘനം പിശാചിന്റെ വസ്വാസിലൂടെയാണ് ഉണ്ടായത്. ഫവസ്വസ ലഹുമ ശൈത്താനു ലിയുബ്ദിയ ലഹുമാ മാ ഊരിയ അൻഹുമാ മിൻ സൗആതിഹിമാ എന്നൊക്കെ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. ഫദല്ലാഹുമാ ബിഗുറൂർ എന്ന് പറഞ്ഞില്ലേ. ചതി പ്രയോഗത്തിലൂടെ ആദമിനെയും ഹവ്വയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തി കളഞ്ഞു. അവർക്ക് ദുർമന്ത്രണം സൃഷ്ടിച്ചു. ആദമിനോടും ഹവ്വയോടും പറഞ്ഞു, നിങ്ങളിവിടെ മലക്കുകളായി, നിങ്ങളിവിടെ നിത്യവാസികളായിട്ട് കഴിയും ഈ മരത്തോടടുത്താൽ. അതുകൊണ്ടാണ് അള്ളാഹു ഇതിനെ തൊട്ട് വിലക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തിന്നു വെച്ചിട്ട് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്താൻ ഇബ്ലീസ് വസ്വാസ് ഉണ്ടാക്കി. അങ്ങനെയാണ് ഫലമ്മാ ദാഖ ശജറ ബദത് ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന വനാദാഹുമാ റബ്ബുഹുമാ അലം അൻഹകുമാ അൻ തിൽകുമാ ശജറ വഅഖുൽ ലകുമാ ഇന്ന ശൈത്താന ലകുമാ അദുവ്വുൻ മുബീൻ. ശൈത്താൻ ചതിപ്രയോഗത്തിലൂടെ വസ്വാസിലൂടെ അവരെ വഞ്ചിച്ചു. വിലക്കപ്പെട്ട വൃക്ഷത്തോട് അവർ അടുത്തു. അതിൽ നിന്ന് അവർ നുകർന്നപ്പോൾ അവരുടെ നഗ്നത അവർക്ക് വെളിപ്പെട്ടു. അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങളെ ഈ മരത്തെ തൊട്ട് അടുക്കുന്നതിൽ ഞാൻ വിരോധിച്ചില്ലേ? ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ? പക്ഷെ അവരിൽ നിന്ന് വീഴ്ച വന്നത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഒരു സംഗതി അത് അവരിൽ നിന്ന് വന്നുപോയി എന്നത് കാരണത്താൽ അതാണ് നഷ്ടം. അതുകൊണ്ടാണ് പറയുന്നത്, പടച്ചോനെ നീ ഞങ്ങൾക്ക് പൊറുത്തില്ല എങ്കിൽ, ഞങ്ങളോട് കരുണ കാണിച്ചില്ല എങ്കിൽ ലനകുനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ അകപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തത്. അപ്പോൾ ഈ ദുആകൾ പഠിപ്പിക്കുന്നത് എന്താണ് യഥാർത്ഥ നഷ്ടം? യഥാർത്ഥ നഷ്ടം അത് ദീനിന്റെ നഷ്ടമാണ്. ഒരാളുടെ മതനിഷ്ഠയിൽ വരുന്ന നഷ്ടമാകുന്നു യഥാർത്ഥ നഷ്ടം. അതുകൊണ്ട് മനുഷ്യന്മാർ തങ്ങളുടെ യഥാർത്ഥ നഷ്ടം എവിടെ എന്നുള്ളത് മനസ്സിലാക്കി, ആ നഷ്ടം സംഭവിച്ചാലുള്ള അപകടം മനസ്സിലാക്കി, ഈ ദുനിയാവിൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ടതായ നിർണിതമായ കാൽവെപ്പുകൾ അതാണ് ഇവിടെ ഉള്ളത്, അത് സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതാണ് നമുക്കുള്ളതായ വസിയ്യത്ത്. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് ഒരുക്കിയ അനുഗ്രഹങ്ങൾ, സ്വർഗീയ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയതായ വിഭവങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ വർത്തമാനങ്ങൾ, കാരുണ്യത്തിന്റെ നോട്ടങ്ങൾ, ഇത് അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് നേരെ ചൊരിയുമ്പോൾ, കടാക്ഷിക്കുമ്പോൾ ഇവകൾ തടയപ്പെടുന്ന, നിഷേധിക്കപ്പെടുന്ന അവസ്ഥ അതാകുന്നു മഹാനഷ്ടമാകുന്ന അവസ്ഥ. ആ ഒരു മഹാനഷ്ടം എണ്ണുന്ന ഒരു ദുരവസ്ഥ ഒരിക്കലും വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹൈബിന് റൂമിയോട് പറഞ്ഞു, സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമിയോട് പറഞ്ഞു, റബിഹൽ ബൈഉ അബാ യഹ്യ, അബൂ യഹ്യ നിങ്ങളുടെ ബിസിനസ് അത് നഷ്ടകരമായില്ല, പിന്നെയോ ലാഭകരമായ ബിസിനസ്സായി എന്ന് പറഞ്ഞു. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹൈബിന് റൂമിയെ മദീനയിൽ സ്വീകരിച്ചത്. നഷ്ടക്കച്ചവടമല്ല, പിന്നെയോ ലാഭക്കച്ചവടമാണ് എന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിച്ചത്. എങ്ങനെയാണ് സുഹൈബിന് റൂമിയുടെ ബിസിനസ് അത് ലാഭക്കച്ചവടമായത്, നഷ്ടക്കച്ചവടമാകാതിരുന്നത്? അത് ദീനിനെ വിറ്റ് ദുനിയാവ് വാങ്ങിയതല്ല, പിന്നെയോ ദുനിയാവിനെ വിറ്റ് ദീന് വാങ്ങിയത് കൊണ്ടാണ്. ദുനിയാവിനെ വിറ്റ് സ്വർഗം വാങ്ങി.
ദുനിയാവിനെ വിറ്റ് ആഖിറം വാങ്ങി. അതുകൊണ്ടാണ് വറമാ സുഹൈബ് ബികുല്ലി മാലിൻ ലിൽ അദ ബിഗൈരി റിബ്ഹി അഖീദത്തിൻ ലം യഖ്സുദി ഇന്നൽ അഖീദത ഫീ ഖുലൂബി റിജാലിഹാ മിൻ ദർറത്തിൻ അഖ്വാ വ അൽഫ മുഹന്നദി. എന്താ വറമാ സുഹൈബ് ബികുല്ലി മാലിൻ ലിൽ അദ, ശത്രുക്കൾ സുഹൈബിനു റൂമിയെ തടഞ്ഞു വെച്ച് അയാളുടെ സ്വത്ത് ചോദിച്ചപ്പോൾ ശത്രുക്കൾക്ക് മുഴുവൻ സ്വത്തും എറിഞ്ഞു കൊടുത്തു എന്നാണ്. സുഹൈബിനു റൂമി അറബിയാണെങ്കിലും റോമയിലേക്ക് നയിക്കപ്പെടുകയും വളർന്നത് റോമയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം റൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷെ റോമയിൽ നിന്ന് അദ്ദേഹം മക്കയിലെത്തിയപ്പോൾ ദരിദ്രനായിരുന്നു. പിന്നെ അവിടെ ബിസിനസ് നടത്തി സമ്പന്നനായി. അപ്പോൾ ഒരു വിദേശി ഒരു നാട്ടിൽ വന്ന് അവിടെ സമ്പന്നനായി കൊഴുത്ത് പിന്നെയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതും ആദർശം ഉൾക്കൊള്ളുന്നതും. അതോടുകൂടി മക്കക്കാരുടെ കണ്ണിലെ കരടായി. സുഹൈബിൻ റൂബി ഹിജറ പോകാൻ ഉദ്ദേശിച്ചപ്പോൾ മക്കക്കാർ തടഞ്ഞു വെച്ച് പറഞ്ഞ്, ദരിദ്രനായിട്ടാണ് നീ ഞങ്ങളെ നാട്ടിൽ വന്നത്, ഇപ്പൊ സമ്പന്നനായി നീ പോഷിച്ചു വളർന്നു, ഇവിടുന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ സമ്പത്തേറ്റ് പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. അപ്പോഴാണ് സുഹൈബിൻ റൂമി, എൻ്റെ സമ്പത്താണ് നിങ്ങൾക്ക് വേണ്ടത്, അത് വേണ്ടത് ഇന്നിന്ന സ്ഥലങ്ങളിലാണ്, ഇന്നിടത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാണ് വറമാ സുഹൈബ് ബികുല്ലി മാലിൻ ലിൽ അദ, എല്ലാ സമ്പത്തും ശത്രുക്കൾക്ക് എറിഞ്ഞു കൊടുത്തു. എങ്ങനെ? ബിഗൈരി റിബ്ഹി അഖീദത്തിൻ ലം യഖ്സുദി, ലാഭം അദ്ദേഹത്തിന്റെ അഖീദ മാത്രമായിരുന്നു. എൻ്റെ അഖീദ തരൂ, പൈസ താ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഹിജറ വന്നത്. ശൂന്യഹസ്തനായി ആ സമ്പന്നൻ, ഇടപാടുകാരൻ, ബിസിനസ്സുകാരൻ മദീനയെ ലക്ഷ്യമാക്കി കുതിച്ച് മദീനയിൽ വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കിതക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ആശംസിച്ചതാണ് റബിഹൽ ബൈഉ അബാ യഹ്യ, അബൂ യഹ്യ ഇടപാട് വിജയിച്ചിരിക്കുന്നു, നഷ്ടക്കച്ചവടമല്ല ലാഭക്കച്ചവടാണ് എന്ന് പറഞ്ഞു. എന്താ? ദീന് കാത്തു, ആദർശത്തെ സംരക്ഷിച്ചു, അത് പാഴാക്കിയില്ല. അതുകൊണ്ട് തന്നെ കച്ചവടം ലാഭക്കച്ചവടായി. എന്നാൽ ദീന് വിറ്റ്, ആദർശം വിറ്റ് ദുനിയാവ് വാങ്ങുന്ന, സ്വർഗം വിറ്റ് ദുനിയാവ് വാങ്ങുന്ന, ആഖിറം വിറ്റ് ദുനിയാവ് വാങ്ങുന്ന മനുഷ്യന്മാരുണ്ട്. അവരാകുന്നു യഥാർത്ഥത്തിൽ നഷ്ടക്കച്ചവടത്തിൻ്റെ വാക്താക്കൾ. ആ നഷ്ടക്കച്ചവടവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഏതാനും വചനങ്ങൾ, നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നതായ ഏതാനും തിരുമൊഴികൾ, അതാണ് നമ്മൾ ഇവിടെ ഇതുവരെ കേൾക്കുകയുണ്ടായത്. അപ്പോൾ സഹോദരന്മാരെ, നമ്മളൊരിക്കലും ഈ ദുനിയാവിലെ തുച്ഛമായ ഭൗതിക ജീവിതത്തിൽ നഷ്ടക്കച്ചവടത്തിൻ്റെ വാക്താക്കളാകാൻ പാടുള്ളതല്ല. നമ്മൾ ലാഭം കൊയ്യുന്ന ഇടപാടുകാരായിരിക്കണം. ഇതാണ് എനിക്ക് ഉണർത്തുവാനും വസിയത്ത് ചെയ്യുവാനും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ തൗഫീഖ് അല്ലാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ ഈ ദുനിയാവിനോട് യാത്ര പറയുവാൻ നമുക്കെല്ലാവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ റബ്ബിൻ്റെ ജന്നത്തിൽ കൂടിയിരിക്കുവാൻ നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്കെല്ലാവർക്കും കൺകുളിർമയേറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നമ്മളിലൂടെ കൺകുളിർമ ഈ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. അവൻ്റെ ജന്നത്തിൽ അള്ളാഹു നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു ഇടമേകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.